പ്രിയ സഹോദരങ്ങളെ, പ്രഭാത വന്ദനം. ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം കേരളത്തിൽ നടക്കുന്ന നാടകങ്ങൾ കണ്ടുകൊണ്ടാണ്. ഇത്രയും നല്ല നാടകങ്ങൾ നടക്കുന്നതിന് ഏത് അവാർഡ് കൊടുക്കണം, ആർക്ക് കൊടുക്കണമെന്നും ആർക്കും നിശ്ചയിക്കാനൊക്കത്തില്ല. അത്രയ്ക്ക് ഒന്നുകൊന്നു മെച്ചമാണ്. ഒന്ന് രാഹുലിന് രാഹുലിന് നിമിത്തം ഗർഭം ധരിച്ചുവോ, അലസിപ്പിച്ചു, കൂട്ടുകാർ സപ്പോർട്ട് ചെയ്തു എന്നൊക്കെ കഥകൾ. അതിനെക്കുറിച്ച് തന്നെ ആദ്യം പറയാം. ഏതായാലും രാഹുല് ബലമായി പിടിച്ചൊന്നും ഗർഭം ഉണ്ടാക്കിയിട്ടില്ല ആർക്കും. അവൻ്റെ കൂടെ എല്ലാം അഴിച്ചിട്ടച്ച് കിടന്നുകൊണ്ടല്ലേ ഉണ്ടായത്. നിന്റെ തെറ്റ് എന്നിട്ട് വിളിച്ചു പറയുക. നാണമില്ലാത്ത ജന്തുക്കളാണ് ഇന്നത്തെ മനുഷ്യരെല്ലാം. സ്വയമേ അങ്ങ് എത്രയും നീചമായ രീതിയിൽ പെരുമാറാമോ. സ്വന്തം വ്യക്തിത്വം നോക്കത്തില്ല. മറ്റുള്ളവരെ എങ്ങനെയെങ്കിലും നശിപ്പിക്കാമെന്ന്, ഞാൻ നശിച്ചാലും വേണ്ടിയല്ല, മറ്റുള്ളവരെ നശിച്ചോട്ടെ, ഇതാണ് ഇന്നത്തെ ചിന്ത. അത് കഴിഞ്ഞിട്ട് ശബരിമല സ്വർണ്ണക്കൊള്ള, അതൊരു കോണിൽ അത് മറച്ചു വെക്കാനായിട്ട് ഒരു നാടകം വേറെ. അതിലും CPM ഈ 10 വർഷം ഭരിച്ചതിൻ്റെ എല്ലാ സമയത്തും ഓരോ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അവർ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ മറച്ചു വെക്കാനായിട്ട് വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവരും. എന്തിനാ? ജനശ്രദ്ധയെ മാറ്റാനായിട്ട്. പോട്ടെ, ഇതൊക്കെ നടന്നോട്ടെ. അതിൻ്റെ ഇടയിലാണ് ഞാൻ കണ്ടതിൽ ഏറ്റവും നീചരായ മനുഷ്യർ ക്രിസ്തീയ സഭയിലെ മനുഷ്യരാണ്. അതായത് നീചരെന്ന് പറഞ്ഞാൽ സ്വന്തം സൃഷ്ടാവിനെ അവഹേളിക്കുന്ന ഒരു ജാതി വേറെയില്ല. അതായത് ഇന്ന് എവിടെ നോക്കിയാലും ഞാൻ വരുന്നത് എൻ്റെ സഭ, എൻ്റെ ഇത് എനിക്ക് മനസ്സിലാകുന്ന, നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, സഭയിൽ വിശ്വസിക്കുന്നു. സഭ വേണം, സഭ ഒരു കൂട്ടായ്മയാണ്, സഭ വേണം, വേണ്ടെന്നല്ല. അവിടെ അവിടുത്തെ പ്രധാന വിഷയം ആരാ? ക്രിസ്തുവാ. അല്ലാതെ മൽപ്പാനോ പാത്രീർക്കീസോ ബാവായോ ഒന്നുമല്ല. ഇന്നും വിളിച്ചു പറയുന്നു ഓർത്തോസഭയിലെ ഓരോരുത്തര് ബാവായെ വാഴ്ത്തത് തോമാസ് ശ്ലീഹായാണ്. തോമാസ് ശ്ലീഹായുടെ സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന തന്തയ്ക്ക് പറക്കാത്തവനാണ് ബാവായ എന്ന് ഞാനും പറയും. തോമാസ് ശ്ലീഹ ഒരുത്തരെയും ഒരു സിംഹാസനത്തിൽ ഇരുത്തിച്ചല്ല പോയത്. അല്ലെങ്കിൽ ഈ പറയുന്ന ഇവരൊക്കെ പറയട്ടെ, തോമാസ് ശ്ലീഹ ഇരുത്തിച്ചു പോയതിൻ്റെ ഏത് കാലത്ത് ഓർത്തോസഭയിലെ ഏത് വരെയാണ് പിടിച്ച് കസേരയിൽ ഇരുത്തിച്ചു പോയത്? ഏതായാലും ഇന്നത്തെ കൊലപാതക കേസിലെ ഒരു പ്രതിയല്ല. ഏതായാലും കൊള്ളാം. ഇന്ന് എവിടെ നോക്കിയാലും സഭ. നീക്ക് ഒന്നുമില്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുവേൻ. ഒരു കോടിക്കൂടെ നിങ്ങൾ അങ്ങനെ പോകുമ്പോഴേ നമ്മൾ സഭയായി മാറത്തുള്ളൂ, ക്രിസ്തുവിൻ്റെ സഭയായി മാറത്തുള്ളൂ. അല്ലെങ്കിൽ ചെകുത്താൻ്റെ സഭയെ അടിയും പിടിയും ബഹളവും ഞാനാണ് വലുത്, എൻ്റേതാണ് വലുതെന്നും പറഞ്ഞ് ഇരുന്നാൽ അത് ക്രിസ്തുവിൻ്റെ സഭയാകത്തില്ല. നിങ്ങൾ മനസ്സിലാക്കുകയും. ഇന്ന് രാഷ്ട്രീയക്കാരെക്കാളിലും ന്യായീകരണ തൊഴിലാളികൾ ഓർത്തോ സഭയിലാണ്. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പറയും. എപ്പോൾ നോക്കിയാലും അവിടെ ഇവിടെ ഒരു നാറിയ മനുഷ്യനുണ്ട്, ഷിബു. അവൻ്റെ
ഫുൾ നെയിം ഞാൻ ഓർക്കുന്നത് ഷിബു ബാളിയക്കലോ എന്നൊക്കെ പറഞ്ഞ് അവൻ ലോകം മുഴുവൻ നടന്നിട്ട് ജോലിയൊന്നും ചെയ്തിട്ട് ഇതുവരെ കൈകൊണ്ട് അവൻ ഒരു ന്യായീകരണ തൊഴിലാളി. അവന് ബെന്തിക്കോസിലെ ഓട്ടോസിലെ സൗദിയിലെ ലണ്ടനിലെ അമേരിക്കയിൽ നിന്ന് എവിടുന്നോ കിട്ടിയ അവൻ അവിടെയും ജോലി ചെയ്തില്ല. എവിടുന്നോ കിട്ടിയ കാശ് കൊണ്ട് ക്രിസ്തീയ സഭകളെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ഇന്നിപ്പം ക്രിസ്തീയ സഭകളെ ഓരോരുത്തരുടെ സൈഡ് പിടിച്ച. കാരണം ഇങ്ങനെയുള്ളവരെ ഓരോ സഭകൾക്കും ആവശ്യമാണ്. കാരണം ഈ സഭയെ ന്യായീകരിക്കാനായിട്ട് ഇപ്പോൾ ഒരു സഭയുടെ തിരിഞ്ഞ് ന്യായീകരിച്ചുകൊണ്ടിരിക്കുക. വേറൊരു തൊഴിലുമില്ല. ഇരുന്ന് ന്യായീകരിച്ചോളൂ. നീയൊക്കെ ന്യായീകരിച്ച് നിനക്ക് നിന്നെ തന്നെ ഒന്ന് ന്യായീകരിക്കാമോ? ശിവപേടിയയിൽ ദൈവം പറഞ്ഞ നിങ്ങൾ വിയർപ്പോടുകൂടി അപ്പം ഭക്ഷിക്കുക എന്നാണ്. നിങ്ങൾ അധ്വാനിക്കൂ എന്ന് പറയുന്നു. നിങ്ങളോട് ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ അയച്ചത് ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീൻ എന്ന് ലോകത്തോട് വിളിച്ചു പറയുവാൻ. ലോകത്തിലെ പല കാര്യങ്ങളും ചെയ്യണമെന്ന് ക്രിസ്തു തൻ്റെ അപ്പോസ്തലന്മാരെ പറഞ്ഞു വിട്ടപ്പോൾ പറഞ്ഞു, നിനക്കൊക്കെ എന്തിൻ്റെ അസുഖമാണ്, നീയൊക്കെ എന്തുവാ ചെയ്യുന്നത്? ഷിബു ഇതുവരെ എന്തെങ്കിലും ഒരു ജോലി ചെയ്തിട്ടുണ്ടോ? തൻ്റെ കാര്യം ഞാൻ പറയാം. താൻ സുഖമായിരുന്ന് പണം എവിടെ നിന്ന് വരുന്നു എന്നോ ഞാൻ ചോദിക്കുന്നില്ല. അല്ല, അമേരിക്കയിൽ നിന്ന് ഇതൊക്കെ ഇനി ഞാൻ വേണേ തുറന്നു പറയാം. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ജോലി ഇല്ലെങ്കിൽ നിങ്ങൾ വിവാഹം കഴിച്ചതാണ്. കുടുംബജീവിതം നോക്കുകയും നിങ്ങൾ സ്വന്തമായിട്ട് ദൈവത്തെ വിളിച്ച് ജീവിക്കുകയും. നിങ്ങൾ ഓർത്തോ സഭയോ യാക്കോബ സഭയോ CSAയോ യഹോവ സാക്ഷികളെയോ ഒന്നും ന്യായീകരിക്കാൻ പോകണ്ട. അവരവരുടെ വഴിക്ക് പോട്ടെ. നിൻ്റെ അപ്പനെ നീ അപ്പാന്ന് വിളിച്ചാൽ മതി. നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ. അതുകൊണ്ട് നിൻ്റെ അപ്പനാ വലുത് എന്ന് പറയേണ്ട കാര്യമില്ല. എല്ലാവർക്കും അവരവരുടെ അപ്പൻ വലുതാ. അതുകൊണ്ട് ക്രിസ്തീയ സമൂഹത്തിലെ പുഴുക്കുത്തുകളായ ഈ ന്യായീകരണ തൊഴിലാളികളെ നിങ്ങൾ മനസ്സിലാക്കുകയും നിങ്ങൾ ക്രിസ്തു സഭയെ അവഹേളിക്കുന്ന നിമിത്തം ക്രിസ്തുവിനെ അവഹേളിക്കുകയാണ്. നിങ്ങൾ ക്രിസ്തുവിനെ ഒരിക്കലും മാനിക്കുന്നില്ല. ക്രിസ്തുവിൻ്റെ വാക്കനുസരിച്ച് നിങ്ങൾ ജീവിക്കാൻ നോക്കുന്നില്ല. നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്പാടും വായി വരുന്ന ഓരയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ പോലെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. നിനക്കൊക്കെ വരുന്നുണ്ട് മക്കളെ. നിനക്ക് ഓർത്തഡോക്സ് സഭയല്ല ഏതും. ഇന്ന് ഒരുത്തം പറഞ്ഞു, പാത്രിയർക്കീസ് തന്നെ അബ്ദുള്ള മഷിയ പാത്രിയർക്കീസൊക്കെ മുടക്കപ്പെട്ടതാണെന്ന്. എന്തു ആരെ മുടക്കി? എല്ലാം ഈ ലോകത്തിൽ കാണുന്ന ഇപ്പോൾ കാണുന്ന എല്ലാം മനുഷ്യരാണ്. ഓരോരുത്തരും ഓരോ സ്ഥാനം ഓരോരുത്തരും കൊടുക്കുന്നു. അതുകൊണ്ട് അവർ പരിശുദ്ധരോ നീതിമാന്മാരോ ആണോ? അവരുടെ പ്രവൃത്തിയെ നോക്കുകയും നിങ്ങൾ ഏത് പാത്രികീസാണെങ്കിലും ബാബായാണെങ്കിലും ഈ പറയുന്നവനാണെങ്കിലും ഈ ദൈവനീതി പ്രവർത്തിച്ച് ജീവിക്കുന്ന വേദവനുണ്ട്. അത് നിങ്ങൾ എന്നോട് പറ. ഇതില്ല. നിങ്ങൾ മറ്റുള്ളവരെ ന്യായം വിധിക്കുക, നിങ്ങൾ മറ്റുള്ളവരെ കുറ്റം കണ്ടുപിടിച്ച് വിളിക്കുക. ഇതിൻ്റെ പുറകെ പോയിട്ട് കാര്യമൊന്നുമില്ല. നീയൊന്നും ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നവനല്ല. ഇന്ന് കാണുന്ന എല്ലാ യുവന്മാരും ഒരെണ്ണം ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നതല്ല. നോക്കിയ വഴി നീളം 100-200 കുരിശും പിടിച്ചുകൊണ്ട് പോയി പൊതുജനങ്ങളെ ശല്യം ചെയ്യുന്ന ഒരു സഭ, ക്രിസ്തീയ സഭ. എന്താ കുരിശിൽ നിങ്ങൾക്ക് ഇത്ര വലിയ പ്രാധാന്യം?
ഈ സ്വർണ്ണ കുരിശ് 200 ഉണ്ടെങ്കിൽ ഒരു ഇടവയ്ക്കോ ഒരു സഭയ്ക്കോ പ്രാതിനിധ്യമേ. എന്താ അതിൻ്റെ ഉദ്ദേശം? നിങ്ങൾ ക്രിസ്തുവിനെ മാനിക്കുന്നില്ല. ക്രിസ്തു പറഞ്ഞു നിങ്ങളോട് വഴിനീളെ കുരിശും പൊക്കി നടക്കാൻ. ക്രിസ്തു പറഞ്ഞത് നിങ്ങളുടെ എല്ലാ ഇതും കണ്ട് ഞാൻ മടുത്തു എന്നാണ്. ഇന്നെവിടെ നോക്കിയാലും പള്ളികൾ വെന്തില കക്കൂസും കുളിമുറിയും വരെ ഡെക്കറേഷൻ ബൾബിട്ട് ആഘോഷിക്കുക. എന്തോ ആഘോഷിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ ആ സമയത്ത്? ഈ ആഘോഷം നടക്കുന്ന സമയത്ത് എന്തോ നിങ്ങളുടെ മനസ്സിൽ? എനിക്ക് എൻജോയ് ചെയ്യണം. ഇന്ന് എല്ലാവൻ്റെ ചിന്ത എൻജോയ്. ദൈവത്തിൻ്റെ പേര് പറഞ്ഞു പോലും എൻജോയ് ചെയ്യണം. ഇതാണ് ഇന്നത്തെ കാഴ്ച. കൂടുതൽ ഞാൻ പറയുന്നില്ല. ഏതായാലും കൊള്ളാം. ഇന്ത്യക്ക് വെളിയിൽ ദേവാലയങ്ങൾ ബാറുകളായെങ്കിൽ ഇന്ന് കേരളത്തിലെ പല പള്ളികളും ഊട്ടുപുരയായി മാറി. അവിടെ വരുന്നവർ ബാറിൽ നിന്ന് വരുന്നവരാണെന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ആഹാരം കഴിക്കാൻ വരുന്നവർ. കാരണം ഒരു നേരത്തെ ആഹാരം മെയ് അനങ്ങാതെ 100-500 കൊടുത്തൊക്കെ ഇരുന്ന് കഴിച്ചിട്ട് സുഖിച്ചവിട്ടിരിക്കാവുന്ന ഫാനിൻ്റെ കീഴിൽ. ഇതൊക്കെയാണ് ഇന്നത്തെ ക്രിസ്തീയ സഭയുടെ പോക്ക്. ഇതെങ്ങോട്ടെന്നുള്ളത് ഞാൻ ജീവനോടൊക്കെ ഉണ്ടെങ്കിൽ കാണും. ഞാൻ ചോദിക്കുന്നത്, എന്തെടുക്കാനാണ് കാതോലിക്കാൻ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങുന്നത്? ദൈവം ഏത് നിക്കാസുനോദോസ് സ്ഥാപിച്ചു? ദൈവം എന്താണ് നിങ്ങൾക്ക് ഇപ്പം തന്നിച്ചു പോയത്? എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിച്ചു പോയി. നിങ്ങൾക്ക് അന്യോന്യ സ്നേഹത്തോടും സമാധാനത്തോടും ജീവിക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങളതിന് തുനിയുന്നുണ്ടോ? ഇല്ല. നിങ്ങൾ അന്യോന്യം വിദ്വേഷം പ്രചരിപ്പിക്കുന്നു. ഒരുത്തരെ കണ്ടുകൂടാ. ഒരു ഇടവകയിൽ തന്നെയാണെങ്കിൽ പുരോഹിതൻ 2 വിഭാഗമാക്കും മനുഷ്യരെ. അവരെ തമ്മിൽ ഒരുമിപ്പിക്കത്തില്ല. കാരണം എങ്കിലേ പുരോഹിതന് തൻ്റെ ഇഷ്ടമനുസരിച്ച് ഓരോന്ന് ചെയ്യാനൊക്കത്തുള്ളൂ. ഞാൻ കൂടുതൽ പറയുന്നില്ല. ഏതായാലും കൊള്ളാം. ക്രിസ്തു വരുന്ന സമയത്ത് ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവെങ്കിൽ മക്കളെ, നിങ്ങൾ എവിടെ നിൽക്കുമെന്ന് ഓർക്കണം. ഞാൻ നീതിമാനെന്നോ പരിശുദ്ധനെന്നോ ഞാൻ നിങ്ങളോട് പറയുന്നില്ല. എങ്കിലും ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു മനുഷ്യനും ഒരു ദ്രോഹം ചെയ്യാൻ ഇതുവരെ പോയിട്ടില്ല. എന്നാൽ ദ്രോഹം ചെയ്തവനെ പറയാമെന്നും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഉപദ്രവിക്കാൻ പോയിട്ടില്ല. അവനോട് നേരിട്ടല്ല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ക്രിസ്തീയ മതവിഭാഗക്കാരോട് ചെണ്ടയും തമ്പേറും എടുത്തുകൊണ്ട് പാടി, അല്ലെങ്കിൽ 4 കൂട്ടം ബാൻഡ് മേളക്കാരെ കൊണ്ട് റാസ നടത്തി, അവിടെ പിരിവാണ് പ്രധാന ഉദ്ദേശം. ഈ റാസ നടത്തിക്കൊണ്ട് ഒന്നും പ്രയോജനമില്ല. നീയൊക്കെ ആ പോകുന്ന പോക്ക് കുഴിയിലോട്ടാണ്. അത്രേ ഇപ്പം എനിക്ക് പറയാനുള്ളൂ. ഏതായാലും കൊള്ളാം. ഈ സോഷ്യൽ മീഡിയ വന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ മനുഷ്യൻ്റെ മനസ്സിലിരിപ്പ് മനസ്സിലാക്കാൻ സാധിച്ചു. അത് ഇനിയും മനസ്സിലാകും. എല്ലാവരെയും ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വലിയൊരാളെന്നല്ല പറയുന്നത്, ഞാൻ നിസ്സാരനാണ്. പക്ഷെങ്കിൽ എനിക്ക് ആൾക്കാരെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ കൂടാണ്. അറിയാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇത്രേ പറയുന്നുള്ളൂ.